2024 യൂറോ കപ്പ് അതിൻ്റെ ഫൈനൽ മത്സരം മാത്രമാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളത്. സ്പെയിൻ, ഇംഗ്ലണ്ട് കരുത്തരായ 2 യൂറോപ്യൻ ടീമുകളുടെ മത്സരമാണ് നമുക്ക് ബാക്കിയുള്ളതിലെ. ഇനിയിപ്പോൾ എന്താ പറയുക, കോപ്പ അമേരിക്കയും യൂറോ കപ്പൊക്കെ ഒരുമിച്ച് വന്നൊരു ത്രില്ല് ആയിരുന്നു. ഇത്രയും ദിവസങ്ങളോളം ആഴ്ചകളോളമൊക്കെ നമ്മളെ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, നമുക്ക് ഉറക്കൊഴിച്ചുങ്ങാണ്ട് ഓരോ മത്സരങ്ങളും, പ്രത്യേകിച്ച് യൂറോ കപ്പത്തെ എടുത്തു പറയാം, ഒന്നിനൊന്ന് ബെറ്ററായിട്ടുള്ള ഓരോരോ മത്സരങ്ങൾ യൂറോ കപ്പിലൊക്കെ അരങ്ങേറുമ്പോൾ നമുക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ ഒരു കണക്കായിരുന്നു. കാരണം എല്ലാ മത്സരങ്ങളും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത മത്സരങ്ങളൊക്കെയാണല്ലേ. ഒരു സൈഡിൽ കോപ്പ അമേരിക്ക തകൃതിയായി നടക്കുമ്പോൾ ബ്രസീൽ, അർജൻറ്റീന, ഉറുഗ്വേ പോലുള്ള ടീമുകളുടെ മത്സരങ്ങൾ തകൃതിയായിട്ട് നടക്കുമ്പോൾ മറുവശത്ത് യൂറോ കപ്പ്. അപ്പോൾ അങ്ങനെ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഓരോ സൈഡിൽ കൂടി ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ മത്സരങ്ങളും തീർന്നിട്ടിപ്പോൾ കോപ്പ അമേരിക്കയിലാണെങ്കിലും യൂറോ കപ്പിലാണെങ്കിലും ഒക്കെ ഇനി ഫൈനൽ മത്സരങ്ങൾ, അങ്ങനെ 2 മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കോപ്പ അമേരിക്കയിലാണെങ്കിൽ കൊളംബിയ, അർജൻറ്റീന പോലുള്ള ടീമുകളുടെ മത്സരവും, അതേമാതിരി യൂറോ കപ്പിലാണെങ്കിൽ സ്പെയിന്, ഇംഗ്ലണ്ട് ടീമുകളുടെ മത്സരം. ഈ 2 മത്സരങ്ങളാണ് ഇനി ഏതാനും 2 ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനുള്ളത്, 2-3 ദിവസങ്ങൾക്കുള്ളിൽ. അപ്പോൾ യൂറോ കപ്പത്തെ അവസ്ഥ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോ കപ്പിൽ ഈ ടൂർണമെൻറ്റ് ഒരു 1.5 ടൂർണമെൻറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടീമുകൾ, യൂറോ കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിന്തകൾ മനസ്സിൽ വരും. ഇപ്പോൾ ഒരുപാട് ടീമുകൾ നമ്മളെ മനസ്സിൽ കൂടി കണ്ണ് ഓടിച്ച് പോകും. സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, അങ്ങനെ ഒരുപാട് ടീമുകൾ ഒരുമിച്ച് മത്സരിക്കുന്ന ടൂർണമെൻറ്റാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞ ഏറ്റവും മികച്ച ടൂർണമെൻറ്റാണ് യൂറോ കപ്പ്. ഇത്തിരി നല്ല ടൂർണമെൻറ്റ് നടക്കുമ്പോൾ അതിൽ ഓരോ മത്സരങ്ങളും ഒന്നും മിസ്സാക്കാൻ പറ്റാത്ത മത്സരങ്ങളാണ്. ഇപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് ഫൈനൽ വന്നിരിക്കുന്നത്. സെമിയിലാണെങ്കിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടാണ് സ്പെയിനിൻ്റെ വരവ്. അതേമാതിരി ഹോളണ്ടിനെ തോൽപ്പിച്ചിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ഫൈനലിലേക്കുള്ള കടത്തം. അങ്ങനെ ഇതിൻ്റെ സെമിയിലാണെങ്കിലും ക്വാർട്ടറിലാണെങ്കിലും ഒക്കെ മികച്ച മത്സരങ്ങളാണ് നമ്മളെല്ലാവരും കണ്ടത്. ഓരോ ദിവസം തന്നെ ഓരോ മത്സരങ്ങളും ഒന്നിനൊന്ന് ബെറ്ററായിട്ടുള്ള മത്സരങ്ങൾ. യൂറോ കപ്പ് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, യൂറോപ്യൻ ടീമുകളുടെ മത്സരങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രതീതിയാണല്ലോ. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലത്തെ മത്സരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പൊതുവേ സ്ലോ ഗെയിം ആക്കറ. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ, അർജൻറ്റീന പോലുള്ള ടീമുകളുടെ ഒക്കെ ഉണ്ടാകുന്നത് ഒരു ചെറിയൊരു എന്താ പറയുക, സ്ലോ ഗെയിം അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കാണാൻ. പക്ഷേ യൂറോ കപ്പത്തെ മത്സരങ്ങൾ അങ്ങനെയല്ല, ഫുൾ സ്പീഡ് ഗെയിം ആക്കാൻ. നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗൊക്കെ കാണുന്ന പ്രതീതി നമുക്ക് യൂറോ കപ്പിലെ മത്സരങ്ങൾ കാണുമ്പോൾ കിട്ടും. അപ്പോൾ ഏതായാലും ഈ ഒരു 2 മത്സരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോപ്പ അമേരിക്ക ഫൈനലും യൂറോ കപ്പ് ഫൈനലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഫുട്ബോളിലെ കലാശക്കുട്ടികൾ താൽക്കാലത്തേക്ക് വിട പറഞ്ഞു. പിന്നെ അല്ലാതും ക്ലബിൻ്റെ മത്സരങ്ങളൊക്കെയാണ് പിന്നീട് വരാനുള്ളത്. പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ വരുമ്പോൾ വല്ല വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ വല്ല ഫ്രണ്ടിൽ മത്സരങ്ങളൊക്കെ ആയിട്ട് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരുള്ളൂ. നമ്മളൊക്കെ കൂടുതൽ വെയിറ്റ് ചെയ്യണത് നമ്മളെ ഇഷ്ടപ്പെട്ട നാഷണൽ ടീമിൻ്റെ, സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ അല്ലെങ്കിൽ പ്ലേയേഴ്സിൻ്റെ ഒക്കെ നാഷണൽ ലെവലിലുള്ള കളികളാണ് കൂടുതൽ ശ്രദ്ധിക്കുക അല്ലേ. ക്ലബിൻ്റെ മത്സരങ്ങൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ടുകൊള്ളൊന്നും ഉണ്ടാവില്ല. എന്നാലും റയൽ, ബാഴ്സ, ഇംഗ്ലീഷ് പ്രീമിയറിലെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ മത്സരങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. വേറെ കാര്യം, ബ്രസീൽ, അർജൻറ്റീന, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ പോലുള്ള ടീമിൻ്റെ ഒക്കെ മത്സരങ്ങൾ അതൊക്കെ എപ്പോഴും വരുമ്പോഴാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടുതൽ ആളുകളും ഫാൻസൊക്കെ വെയിറ്റ് ചെയ്യും. അപ്പോൾ സ്പെയിനും ഇംഗ്ലണ്ടും ഫൈനൽ കളിക്കുമ്പോൾ 2 നല്ല അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കളി ശൈലി തന്നെ ഇപ്പോൾ ചെറുമട്ടത്തിൽ മാറിയിട്ടുണ്ട്. കാരണം അവരിങ്ങനെ ബോൾ കയ്യിൽ വെച്ചിട്ട് ബോൾ പൊസിഷനൊക്കെ ലെവലാക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് നിലവിൽ അവർ ചെയ്യൽ. ഇപ്പോൾ ഈ പ്രാവശ്യം യൂറോ കപ്പിൽ മൊത്തത്തിലൊരു മാറ്റം വന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം ബോക്സിൻ്റെ ഉള്ളിൽ പോയാലും നല്ല അങ്ങോട്ടും പാസ് ചെയ്ത് കളിച്ചിട്ട് ഫിനിഷ് ചെയ്യാത്തൊരു അവസ്ഥയായിരുന്നു ഇപ്പോൾ സ്പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സ്പെയിനിൻ്റെ പുതിയ യങ് പ്ലെയർ എമൽ ഒരു 1.5 പ്ലെയറാണ്. ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാണത്. നമുക്ക് ഓരോരോ സമയത്തും ഓരോരോ കാലയളവിലും ഓരോരോ പുതിയ താരങ്ങൾ ഫുട്ബോൾ ലോകത്തേക്ക് ഉദയം ചെയ്യുമല്ലോ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട താരമാണ് എമൽ. അജാതി ഗോൾ കഴിഞ്ഞ കളിയിലൊക്കെ അടിച്ച ആ ഗോള് കണ്ടാൽ ആ മൂലക്ക് കൊണ്ടുപോയി നിറച്ചത് ഒക്കെ ഒരു 1.5 ഗോളാണ്. ആ നിർണായക സമയത്ത് നിർണായക കളിയിലൊക്കെ അമ്മാതിരി ഗോളടിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സിനൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗോൾ, മെസ്സിൻ്റെ ഇടവങ്കാലം ഗോളുണ്ടല്ലോ, അതേമാതിരി ഒരു ഗോളാണ് അന്ന് പിറന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ സ്പെയിനിന് ഇനി ഭാവിയിലേക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിലും ബെല്ലിംഗ്ഹാം, ഹാരി കെയ്ൻ, ഫോഡന് പോലുള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള
യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്ന നല്ല നല്ല താരങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ലൈനപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ള് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സാണ്. സ്പെയിനിലും അതുതന്നെ കേട്ടോ, നല്ല നല്ല പ്ലെയേഴ്സാണ്, ക്വാളിറ്റിയുള്ള യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ് രണ്ട് ടീമിൻ്റെ നിരയിലുള്ളത്. അപ്പോൾ ഏതായാലും ഇതുവരെ കണ്ട മാതിരി തന്നെ നല്ലൊരു ത്രില്ലിംഗ് ഗെയിം ഫൈനലിലും ഉണ്ടാവുന്നില്ലത് നമുക്ക് 100% ഉറപ്പാണ്. രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അറ്റാക്കിംഗ് ഗെയിം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഒന്നാമത് യൂറോപ്യൻ ടീമുകളുടെ കളി ശൈലി അങ്ങനെ തന്നെയാണ്, അറ്റാക്ക് ചെയ്യണ അല്ലെങ്കിൽ ഒരു സ്പീഡ് ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ശൈലി അങ്ങനെ തന്നെയാണ്. അതിൽക്കൂടി ഫൈനൽ കൂടി ആകുമ്പോൾ അതിൽക്കൂടി ഇതുപോലുള്ള നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് രണ്ട് ടീമിൻ്റെ ലൈനപ്പിലുണ്ടാകുമ്പോൾ ഒന്നുകൂടി നമുക്ക് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കളിയൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജൻറ്റീന കൊളംബിയ മത്സരം അത് ചിലപ്പോൾ മിക്കവാറും ഒരു പോൾ കൊണ്ടൊരു അങ്ങേ അറ്റാക്കണം കളി രണ്ട് ടീമും. കൊളംബിയ പോളിൻ്റെ ഒരു അങ്ങേ അറ്റുള്ള ടീമാണ് കൊളംബിയൻ്റെ ടീം. പണ്ട് മുതലേ പോലെ അങ്ങനെ തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ ഒരു ചരിത്രാവർത്തിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫൈനലിലേക്ക് എത്തിക്കുകയാണ് അവർ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊലിവും കാര്യങ്ങളൊക്കെ അവരുടെ ടീമിലുണ്ട്, ആഹ്ലാദം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വിജയിക്കാൻ തന്നെ നോക്കും. അർജൻറ്റീന ആണെന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ ഒന്നും നോക്കാനൊന്നുമില്ല, നല്ല ടീമാണ്, നിലവിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുട്ബോൾ ടീമാണ്. നാഷണൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ്. അപ്പോൾ അവിടെ നല്ലൊരു ഫൈനൽ ഉണ്ടാവും, പോളുകൾ കണ്ടമാനുണ്ടാവുന്നതാണ് എൻ്റെ ഒരു മഞ്ഞക്കാടുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. യൂറോ കപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഒരു 1.5 മത്സരമൊക്കെ യൂറോ കപ്പത്തെ ഫൈനൽ. ഇംഗ്ലണ്ട് സ്പെയിന് രണ്ടും 1-1 വെച്ചം. അതേമാതിരി ക്വാളിറ്റിയുള്ള അത്രയും നല്ല അതേ ലെവലിൽ നിൽക്കുന്ന ടീമുകളൊക്കെ ക്വാർട്ടറിലും സെമിയിലൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ഫ്രാൻസ്, പോർച്ചുഗൽ പോലുള്ള ടീമുകളൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഓരോ ടീമുകളും ഫൈനലിലേക്ക് കടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മത്സരം തീ പാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.